ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗിഫ്റ്റ് പൊതിയുന്ന ഇതുപോലത്തെ പേപ്പർ കൊണ്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്കുകളാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പേപ്പറിലേക്ക് ഇതുപോലെ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കുകൾ ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിന്ന് ഇത് വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ തള്ളി നിൽക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കിത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡ് പീസ് നമുക്ക് അതിന്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിന്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ കാർഡ്ബോർഡ് പീസ് നമ്മൾ അതിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മളിവിടെ റെഡ് കളർ പേപ്പറും ഗ്രീൻ കളർ പേപ്പറുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള റെഡ് കളർ പേപ്പറിൽ നിന്ന് 3 ചെറിയ റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് 3 ചെറിയ പൂക്കൾ ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ പേനയുടെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെയാണ് ഫ്ലവർ ആക്കി എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ 3 ചെറിയ പൂക്കൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇലകൾ കൂടെ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. നമുക്ക് വേണ്ട ഇലകളും നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പൂക്കളും ഇലകളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പറയണം. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളും 3 ഇലകളും നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ 2 എണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 3ഉം കൂടെ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും കൂടെ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതും നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഫ്ലവറിന്റെ നടുക്കും ഐസ്ക്രീം സ്റ്റിക്കിലും തെർമോകോൾ ബാൾസും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു പേപ്പറിൽ ഗോൾഡൻ കളർ മാറി സിൽവർ കളറായി കാണുന്നത് നമ്മൾ ആ ഭാഗങ്ങളിലെല്ലാം ആയിരുന്നു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇതുപോലെ നമ്മൾ അതിൽ മുഴുവനായും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ബാക്കിലായിട്ട് വുളൻ ത്രെഡ് ഉപയോഗിച്ച് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ചെയ്തെടുക്കണം. അതും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ കൊണ്ട് വളരെ സിമ്പിൾ ആയി ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.